ഇൻഫ്ലുവൻസറായി റീസെൻ്റ്ലി ട്രാൻസ് വിമൻ ആണെന്ന് സ്വയം ഐഡൻറ്റിഫൈ ചെയ്ത ജാസി നടത്തിയൊരു പ്രസ്താവന. അവരുടെ സിനിമയിൽ അവസരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവസരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്, തന്നെ തേടി അവസരങ്ങൾ വരുന്നുണ്ട്, പക്ഷേ രണ്ടാം കിട ട്രാൻസ് വിമൻ അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് മോഡലിലുള്ള വേഷങ്ങളാണ് വരുന്നത്, അതൊന്നും ചെയ്യാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് ജാസി നൽകുന്ന മറുപടി. നോക്കൂ, ജാസി അടക്കമുള്ള ആളുകൾക്ക് ഇത്രയുമധികം വിസിബിലിറ്റി ഈ സമൂഹത്തിൽ കിട്ടുന്നത് നിരവധിയായ ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ടും, അത് ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ തന്നെ അവർ സംഘടിതരായും അല്ലാതെയും ഒക്കെ നടത്തിയിട്ടുള്ള വ്യക്തിപരമായ കൂട്ടായ പരിശ്രമങ്ങളുടെയൊക്കെ ഭാഗമായി തന്നെയാണ് പൊതുസമൂഹം അവരെ അഡ്രസ്സ് ചെയ്തത്. നിരവധിയായ ഓർഗനൈസേഷനുകളുടെയൊക്കെ ഭാഗമായുമൊക്കെയാണ്. എന്തായാലും സാമൂഹിക നീതി, സാമൂഹിക തുല്യത എന്നതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന നമുക്ക് ഒരുപാട് സ്ട്രഗിൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു കമ്മ്യൂണിറ്റിയെ അടച്ച് ആക്ഷേപിച്ച് താങ്കൾ കൂടി പ്രതിനിധാനം ചെയ്യുന്ന, അങ്ങനെയാണെന്നാണ് താങ്കൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് താങ്കളുടെ ഐഡൻറ്റിറ്റീനെ അല്ലെങ്കിൽ ജെൻഡറിനെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. പകരം ഏതെങ്കിലും തരത്തിൽ ജാസി ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെ രണ്ടാം കിട എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും അനീതിയാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. ജാസിക്ക് മറുപടിയായി സിനിമാ മേഖലയിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്ത് വന്ന അഞ്ജലി അമീർ എന്ന് പറയുന്ന നടി നൽകുന്നൊരു മറുപടിയുണ്ട്. ആ മറുപടിയിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. വളരെ മോശമാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഒരിക്കലും ഒരു ക്യാരക്ടർ രണ്ടാം കിട എന്ന് പറയാൻ ആർക്കും ഒരു അവകാശവുമില്ല. കാരണം ആർട്ട് ഈസ് ആർട്ട്. അതും അല്ല സ്വന്തം സ്വത്വത്തിന് പോരാടുന്ന വ്യക്തികൾ എന്ന നിലയ്ക്ക്. എൻ്റെ ഫസ്റ്റ് മൂവി ഒരു ട്രാൻസ് വിമൻ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടായിരുന്നു. പക്ഷേ ആ മൂവിയിൽ മമ്മൂട്ടി എന്ന മഹാനടൻ എന്നെ കല്യാണം കഴിക്കുന്നുണ്ട്, അഭിമാനമായി കരുതുന്ന ക്യാരക്ടർ. പിന്നെ പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്നാണ് അഞ്ജലി അമീർ പറയുന്നത്.